Today's episode is sponsored by Nila Trading International. Hi all and welcome to CSS series. This is Ashwati from DIB. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിറ്റി, അതിൻ്റെ ഉള്ളിൽ ഇന്ത്യൻ പോളിറ്റി എന്നുള്ള സബ്ജക്റ്റാണ്. ഈ ഇന്ത്യൻ പോളിറ്റി അല്ലെങ്കിൽ പോളിറ്റി പഠിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഈ സിലബസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മൊത്തം ഈ സ്ട്രക്ചറിൻ്റെ ഒരു 30-40% നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ സിവിൽ സർവീസിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഈ ഒരു സബ്ജക്റ്റ് പൊളിറ്റിക്സ് പഠിക്കുക. കാരണം പോളിറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഈ IR പോലത്തെ കാര്യങ്ങൾ, പിന്നെ കറണ്ട് അഫെയർസ്, പിന്നെ കുറേ പോർഷൻസ് നിങ്ങൾക്ക് ഈ പോളിറ്റി പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പോളിറ്റിയിൽ ഇന്ത്യൻ പോളിറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഈ വാട്ട് ഈസ് പോളിറ്റി അല്ലെങ്കിൽ വാട്ട് ഈസ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. പോളിറ്റി എന്ന് വെച്ചാൽ എ പെർട്ടിക്കുലർ സിസ്റ്റം അല്ലെങ്കിൽ എ ഫോം ഓഫ് ഗവൺമെൻറ്. ഏത് രീതിയിലത്തെ ഗവൺമെൻറ് ആണ് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ നേഷൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ മൊണാർക്കിയൽ ആവാം, അല്ലെങ്കിൽ ഡെമോക്രസി ആവാം, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് ആവാം. അപ്പോൾ പല രീതിയിലത്തെ ഒരു ഗവൺമെൻറ് ഉണ്ട്. ഇപ്പോൾ നോർത്ത് കൊറിയയിലുള്ളത് ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളത് ഒരു ഡെമോക്രാറ്റിക്കലായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ രാജകുടുംബം പല സ്ഥലത്തൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഭൂട്ടാൻ. അപ്പോൾ ഇതിൽ ഇന്ത്യൻ പോളിറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ പോളിറ്റി, ഈ പോളിറ്റിയുടെ ഡെഫിനേഷൻ ഇസ് എ പെർട്ടിക്കുലർ ഫോം ഓർ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, the condition of being constituted as a state or the other organized community or body, a form or process of civil government or constitution. നിങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ ആധാരം എന്തിലാണ്, അതിൽ എന്തിൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറും ഇതിൻ്റെ ഫൗണ്ടേഷൻസ് ഒക്കെ ലേ ഡൗൺ ചെയ്യുന്നതാണ് ഈ പോളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പോളിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഇന്ത്യ ഇസ് വെരി സെക്യുലർ, ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക്, അതൊരു സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ ഒരു ഫെഡറൽ സിസ്റ്റമാണ് വിത്ത് യൂണിറ്ററി ബയസ്. അപ്പോൾ ഈ ഇന്ത്യയുടെ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ ആ ലിസ്റ്റ് തന്നെ നീണ്ടുപോകും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതായത് വാട്ട് ഈസ് ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യയുടെ പോളിറ്റി എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാം. അപ്പോൾ ഫസ്റ്റ് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഈ ബേസിക് ഫ്രെയിം വർക്ക്, അതായത് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് ഞാൻ കുറച്ച് ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു രാജ്യം നടത്തിക്കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ഒരു ബേസിസിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അർത്ഥം അതാണ്, ഒരു ഫ്രെയിം വർക്ക് ഓർ ഗൈഡ് ലൈൻസ് ഹൗ എ ഗവൺമെൻറ് അല്ലെങ്കിൽ ഹൗ എ സ്റ്റേറ്റ് ഷുഡ് ബി റൺ. അപ്പോൾ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീച്ചേഴ്സും അതുപോലെ നമ്മളുടെ ഈ മറ്റുള്ള രാജ്യങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷതയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എവർ. ലോങ്ങസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഇസ് ആക്ച്വലി കുറേ സ്ഥലത്ത് നമ്മൾ ബോറോഡായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി കൊണ്ടുവന്നത്. ഇപ്പോൾ നമുക്ക് 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. പക്ഷേ അതിനു മുമ്പേ ഇൻട്രീം ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. നിങ്ങൾ ആദ്യം തന്നെ കുറേ ഈ ആക്ട്സും കണക്കും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, അത് പതിയെ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഈ നമുക്ക് ഇത്തിരി വൈകിയപ്പോഴാണ് നമുക്ക് ഇൻഡിപെൻഡൻസും ഒരു ഇന്ത്യ ആസ് എ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യ ആസ് എ നേഷൻ എന്നുള്ളൊരു രീതിയിൽ റെക്കഗ്നിഷൻ കിട്ടിയത്. ആ സമയത്ത് തന്നെ അതിന് മുമ്പ് തന്നെ പല രാജ്യങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾക്കും പല രീതിയിലത്തെ ഗവൺമെൻറ്റും പോളിസീസൊക്കെ അവിടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ആ പാനലും അവരെല്ലാവരും മറ്റ് രാജ്യങ്ങളിലെ ഏറ്റവും മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു രീതിയിൽ പോലും ലൂപ്പ് ഹോൾസ് ഇല്ലാത്തതും അല്ലെങ്കിൽ ഒരു രീതിയിൽ പഴുതില്ലാത്ത രീതിയിൽ അവർ എഴുതാൻ ശ്രമിച്ചു. അപ്പോൾ അതുമാത്രമല്ല കുറേ റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ഓരോ ലിസ്റ്റിലും നമുക്ക് ഓരോ കാര്യത്തിലും പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. പിന്നെ യൂണിക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇറ്റ് ഈസ് റിജിഡ് ചില കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി, നമുക്ക് എല്ലാവർക്കും വി ഹാവ് ദ റൈറ്റ് ഫോർ ഇറ്റ്. ഒരു പൗരനും അത് അർഹിക്കുന്നൊരു കാര്യമാണെങ്കിൽ പോലും അണ്ടർ സർട്ടൺ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ അണ്ടർ സർട്ടൺ സിറ്റുവേഷൻസ് ഇറ്റ് കുഡ് ബി ഫ്ലെക്സിബിൾ. അതായത് ഗവൺമെൻറ്റിന് അതിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ അതിൻ്റെ കുറച്ച് കേസ് സ്റ്റഡീസ് നമുക്ക് പോകാം. പിന്നെ റിജിഡും ഫ്ലെക്സിബിളിൻ്റെ വേറൊരു കാരണം പറഞ്ഞാൽ തന്നെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ
അംബേദ്കർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ലിവിങ് എന്ന് വെച്ചാൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിപ്പുണ്ട്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച്, സിറ്റുവേഷൻസിനനുസരിച്ച്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിനനുസരിച്ച് അതിനനുസൃതമായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു പ്രാധാന്യം ഡോക്ടർ അംബേദ്കർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് വെരി റിജിഡ്. ഇപ്പോൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി അൺറിട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവരെ കസ്റ്റംസും ട്രഡീഷൻസും അതിനു മുമ്പ് അവർ ഉണ്ടായ കുറേ ട്രയൽ കേസസിൻ്റെ ബേസിസിലായിരിക്കും അവർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ എന്ന് പറയാം. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഇതാണ് നിയമം എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്. പക്ഷേ അത് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ചില ബിൽസും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്സഭയിലും രാജ്യസഭയിലും കൂടി നമുക്ക് പാസ് ചെയ്താൽ അതിൻ്റെ മെജോറിറ്റിയും സിംഗിൾ മെജോറിറ്റിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കി ഓരോ ബില്ലും കാര്യങ്ങളൊക്കെ പാസ്സാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ച കാലത്ത് 395 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്, അതായത് 8 ഷെഡ്യൂൾസിൽ. പക്ഷേ ഇപ്പോഴത്തെ കാലം നോക്കുകയാണെങ്കിൽ 448 ആർട്ടിക്കിൾസായി മാറി, 12 ഷെഡ്യൂളും. അതായത് 101 അമെൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ തിരുത്തുകൾ കഴിഞ്ഞു. ഈ 395 448 വരെ എത്തി. 8 ഷെഡ്യൂളിൽ നിന്ന് 12 ഷെഡ്യൂൾ വരെ എത്തി. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് GST സംഭവം അതുപോലും അമെൻമെൻറ്റിലൂടെയാണ് കടന്നെത്തിയത്. അപ്പോൾ ഇറ്റ്സ് എവർ ലിവിങ്. അതിങ്ങനെ ഓരോ സമയത്തോറും അത് ഇവോൾവ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇന്ത്യ ആസ് എ സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കാര്യമാണ്. ഇന്ത്യ ഈസ് ഫ്രീ ഫ്രം എവറിത്തിങ്. ഒരു രാജഭരണമോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു കാര്യത്തിനിടയിലല്ല, ഒരു മൊണാർക്കിയൽ സിസ്റ്റം അല്ല, ഇറ്റ്സ് ഡെമോക്രസി. അതായത് 5 വർഷം തോറും നമുക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് ബോഡിയത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഈ നോമിനൽ ഹെഡായാലും റിയൽ ഹെഡായിട്ടുള്ള ഈ പ്രൈം മിനിസ്റ്റർ 5 വർഷം തോറും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോക്കൽ ബോഡി സിസ്റ്റത്തിൽ പോലും ഈ താഴ്ന്ന ലെവലിൽ പോലും ആൾക്കാർ അപ്പം മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് ഷോസ് ദ പവർ ഓഫ് പീപ്പിൾ. അതായത് ആൾക്കാരുടെ കയ്യിലാണ് നമ്മൾ ആര് ഭരിക്കും, നമ്മൾ ആരാണ് നോക്കേണ്ടത്, ഹൂ ഹാസ് ടു ബി ദ വോയിസ് ഓഫ് എ നേഷൻ, നമ്മളിൽ ആരാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ആൾക്കാർക്കും ജനങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെക്യുലർ എന്നുള്ളൊരു കാര്യമെടുത്ത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് വേറെ ഏത് രാജ്യങ്ങൾക്കും കിട്ടാത്തൊരു ആനുകൂല്യമാണ് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഏതൊരു കൺട്രി എടുത്താലും അവർക്ക് അവരുടെ സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ടാവും, അവർ വിശ്വസിക്കുന്ന ഓരോ റിലീജിയൻസും അവരുടെ കസ്റ്റംസും കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇന്ത്യ ആസ് എ നേഷൻ, ഇവിടെ ഒരു റിലീജിയൻ എന്നുള്ള സംഭവമില്ല. എവറി റിലീജിയൻ ഹാസ് ഈക്വൽ ഇമ്പോർട്ടൻസ്. ഏത് വർഗത്തിൽപ്പെട്ട ഒരാളായിക്കോട്ടെ അവർ ഒരു രീതിയിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല, അവർക്ക് പ്രൊവിഷൻസ് കൊടുക്കില്ല, മുൻഗണന കൊടുക്കില്ല. യെസ്, ദർ ഇസ് പ്രൊവിഷൻ. ഇപ്പോൾ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊവിഷൻസ് ഉണ്ട്. അതായത് ഇത്തിരി പുറകോട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഈക്വാളിറ്റി നൽകാൻ വേണ്ടി അവരെ മുന്നോട്ട് നയിക്കുന്നു. അതായത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ്, പിന്നെ അതർ ബാക്ക്വേർഡ് കാസ്റ്റ് അല്ലെങ്കിൽ OBC, പിന്നെ അതുപോലെ തന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ള റീജിയൻസ്. ഇപ്പോൾ പലർക്കുമുള്ളൊരു സംശയമാണ് ഈക്വാളിറ്റി മീൻസ് എല്ലാവർക്കും ഒരേപോലെ ആനുകൂല്യം കിട്ടണം. അതല്ല ഈക്വാലിറ്റി. ഈക്വാലിറ്റി മീൻസ് എല്ലാവർക്കും പ്ലാറ്റ്ഫോം ഈക്വലായിട്ട് കിട്ടണം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്ലാറ്റ്ഫോം ഇവിടെയാണെങ്കിൽ ഈ ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബ്സ് അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കാസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെയാണ്. അവർക്ക് നമ്മൾ ഒരേ പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ മാത്രമാണ് ഇവിടെ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവർക്കൊക്കെ ഒരു എക്സ്ട്രാ പുഷ് കൊടുക്കണം. കാരണം കുറേ കാലങ്ങളായിട്ട്, ഒരു നീണ്ട കാലഘട്ടങ്ങളായിട്ട് അവരെ വളരെയധികം ഒപ്രസ്ഡ് ആവുകയും അവർ പുറകോട്ട് പോയതല്ല, അവർ പുറകോട്ട് ആക്കിപ്പെടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ഇവിടുത്തെ സൊസൈറ്റിയും. പിന്നെ സോഷ്യോ എക്കണോമിക് റീസൺസ് കാരണം അവരെ പിന്തള്ളുക അല്ലെങ്കിൽ പുറകോട്ട് പോയി. അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല, ബട്ട് ദേ ഹാഡ് നോ ദി ഓപ്ഷൻസ് ഫോർ ഇറ്റ്. അതുകൊണ്ടാണ് ഈ സെക്യുലർ എന്ന് പറഞ്ഞാൽ പോലും ചില പ്രൊവിഷൻസ് ഇവിടെ ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നത്. പിന്നെ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. യെസ്, നമുക്കിവിടെ ഒരു പാർലമെൻ്ററി സിസ്റ്റം ഉണ്ട്. അതായത് ബൈകാമറലിസം. അത് UK-ന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സംഭവമാണ്. UK ഗവൺമെൻറ്റിൽ നിന്ന് നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ലോക്സഭ, രാജ്യസഭ, പിന്നെ പീപ്പിൾസ് ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഉള്ളതാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. അത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് 1947 സമയത്ത് നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ 7%. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറേ വിൻസ്റ്റൺ ചർച്ചിലൊക്കെ, ഈ UK-ത്തെ പ്രൈം മിനിസ്റ്ററൊക്കെ നമ്മൾ ചെറുതായിട്ട് പരിഹസിക്കുകയും ഒന്ന് കളിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, എഴുത്തും വായന അറിയാത്ത ആൾക്കാർക്കാണ് ഒരു രാജ്യം ഭരിക്കാൻ വേണ്ടി കൊടുത്തിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കണ്ട, അതായത് ദേ ആർ നോട്ട് കേപ്പബിൾ
എനഫ് ടു ലുക്ക് ആഫ്റ്റർ ദംസെൽഫ് എന്നുള്ളൊരു വിചാരം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ളൊരു സംഭവം BR അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 7% ആ സമയത്ത് 1947 നമ്മുടെ ലിറ്ററസി റേറ്റ്. അപ്പോൾ എഴുത്തും വായന അറിയാത്ത ആൾക്കാർ ഈ വോട്ട് ചെയ്യുക, കാസ്റ്റ് ചെയ്യുക എന്നുള്ള സംഭവങ്ങളൊക്കെ വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അത് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ഇന്ത്യ ഇത്രയും കൂടി പ്രോഗ്രസീവ് ആയത്. അതായത് ഇൻക്ലൂഷൻ ഓഫ് എവ്രി വൺ. അത്രയും നാൾ വരെ ഈ ഇന്ത്യ എന്നുള്ളൊരു സ്ഥലത്ത് പല രീതിയിലത്തെ കമ്പാർട്ട്മെൻ്റലൈസം ഉണ്ടായിരുന്നു. അതായത് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻസ്, സ്പെഷ്യൽ പവർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു വോട്ട്, നിങ്ങൾ ആരും ആയിക്കോട്ടെ, എവിടെ നിന്ന് ആൾക്കാരായിക്കോട്ടെ, ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ഒന്നും ഇത് നോക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത് തന്നെ ഒരു ഈക്വാളിറ്റി, ഒരു എംപവർമെൻറ്റിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് ഈ ജുഡീഷ്യൽ സിസ്റ്റം ഒരു പവറിൻ്റെയും അടിയിലല്ല. അതായത് ഇന്ത്യക്ക് 3 പില്ലേഴ്സാണുള്ളത്: എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ആൻഡ് ലെജിസ്ലേറ്റീവ്. ഈ ജുഡീഷ്യൽ എന്നുള്ള പവർ എക്സിക്യൂട്ടീവിൻ്റെ, ലെജിസ്ലേറ്ററിൻ്റെ അടിയിലല്ല. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്. അവർക്ക് മുകളിൽ ആരുമില്ല. ജുഡീഷ്യൽ ഈസ് ദ മോസ്റ്റ് സുപ്രീം. അതായത് സുപ്രീം കോർട്ട് എന്ന് തന്നെ പേര് അവർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? ജുഡീഷ്യറി ഗവൺമെൻറ് ആണ് ഏറ്റവും സുപ്രീം നമ്മൾ കാണുന്നത്. ഇവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് 3 ലെവൽസ് ഉണ്ട്. ഇപ്പോൾ സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, പിന്നെ ലോവർ കോർട്ട്സ് ഉണ്ട്. അവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പോലും ദേ ആർ വെരി ഇൻറ്റിഗ്രേറ്റഡ്. ഒരിക്കലും ഇപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ US നേഷൻസിൽ എന്നൊക്കെ വെച്ചാൽ ഓരോ സ്റ്റേറ്റിലും ഓരോ റൂൾസും റെഗുലേഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ നമുക്ക് ഹൈക്കോർട്ടിലുള്ള നിയമങ്ങളും കാര്യങ്ങളായിരിക്കും അത് തന്നെ സുപ്രീം കോർട്ടിലുള്ളത്. ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻസ് മാറ്റം വരില്ല. സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ, സെയിം കോർട്സ്. ഈ കോർട്ടുകളുടെ ലെവലിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ആസ് സച്ച്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ ആർട്ടിക്കൽ 12 to 35 വരെയാണ്. പിന്നെ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വീണ്ടും പിന്നീട് നമുക്ക് കൂട്ടിച്ചേർത്തതാണ് 42nd അമെൻമെൻറ്റിൽ. അത് പിന്നീട് വരാം. അത് പിന്നീട് വരുമ്പോൾ ഇത്രയും കൂടി ബ്രീഫായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതെല്ലാം വേറെ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്താണെങ്കിൽ പോലും അത് നമ്മൾ ഇറ്റ് എൻഷുവേഴ്സ് അസ് ഓരോ സിറ്റിസൺസിൻ്റെയും അവരുടെ ഇമ്പോർട്ടൻസ്, അവരുടെ മൂല്യങ്ങൾ, നിങ്ങൾ യു ആർ ഇമ്പോർട്ടൻറ്റ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞല്ലോ. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ അത് ഓരോ സിറ്റിസണിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു എത്തിക്കൽ ഗ്രൗണ്ടിൽ. പക്ഷേ ഇറ്റ്സ് നോട്ട് എൻഫോഴ്സബിൾ. ഒരു സ്റ്റേറ്റിനെ ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പാടില്ല. ദീസ് ആർ യുവർ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് വി ക്യാൻ സ്റ്റേറ്റ് ഇറ്റ്, ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്ന്. പക്ഷേ ഇറ്റ് കൻ നോട്ട് ബി എൻഫോഴ്സ്ഡ് അപ്പോൺ എ സിറ്റിസൺ. ഇപ്പോൾ അൺലൈക്ക് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ പഠിക്കാനുള്ള അനുവാദം എനിക്ക് കിട്ടുന്നില്ല, എന്തെങ്കിലും ഒരു ബേസിസിൽ എനിക്ക് ഡിസ്ക്രിമിനേറ്റഡ് ആവുകയാണെങ്കിൽ ഐ ഹാവ് റൈറ്റ് ടു അപ്രോച്ച് സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കൽ 32. ഇതിന് പ്രകാരം എനിക്ക് റിട്സ് നിങ്ങൾക്ക് നൽകും. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഒരു എൻഫോഴ്സബിൾ അല്ല. അതായത് വി കനോട്ട് എൻഫോഴ്സ് അപ്പോൺ ഈച്ച് പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇനി എ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി, അതായത് ഫെഡറൽ ഗവൺമെൻറ് വിത്ത് യൂണിഫറി ബൈസ്. ഇപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഫെഡറൽ എന്നുള്ളൊരു വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ വി ആർ ഫെഡറൽ. അതായത് നമുക്ക് സെൻട്രലിൽ ഒരു പവർ ഉണ്ടാവും, സ്റ്റേറ്റിലും ഇൻഡിവിജ്വൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പവേഴ്സ് ഉണ്ടാവും. 2 ലെയറിലായിട്ടാണ് പവർ. പക്ഷേ ഈവൻ ദാൻ നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് മാക്സിമം കൺട്രോൾ ഓഫ് പവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി. ദേ സേ ദേ ആർ ഫെഡറൽ ബട്ട് ദേ ആർ നോട്ട് ഫെഡറൽ ഇൻ ട്രൂ സെൻസ്. ഇപ്പോൾ ഒരു ക്വാസൈ ഫെഡറൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ നമുക്കൊരു അറ്റപ്പേര് നമ്മുടെ ഈ നേഷനിൽ വിളിക്കുന്നുണ്ട്. പിന്നെ ബാലൻസിങ് പാർലമെൻ്ററി സുപ്രിമസി വിത്ത് ജുഡീഷ്യൽ റിവ്യൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതൊക്കെ കാര്യത്തിൽ എപ്പോഴും ജുഡീഷ്യൽ ഗവൺമെൻറ് ആയിരിക്കും ഏറ്റവും പവർ. ദേ ആർ ദ മോസ്റ്റ് സുപ്രീം. അവരൊരിക്കലും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലത്തെ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റില്ല ഈ 2 ബോഡീസിനും, അതായത് എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്റീവിനും. ഇനി നമുക്ക് നേരിട്ട് കിടക്കാം. അതായത് ഈ ഓരോ ഡീറ്റെയിൽസിലോട്ടും ഓരോ ലിസ്റ്റിലോട്ടും നമുക്ക് ഇൻഡെപ്തായിട്ട് പോകാം. പാർട്ട് 1 ഇന്ത്യൻ പൊളിറ്റി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.